ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവേശം കെട്ടടങ്ങുമ്പോൾ അടുത്ത സീസണിലെ പ്രത്യേകിച്ചും 2026 മെഗാലേലത്തെയും ടീമുകളിലെ വൻ അഴിച്ചുപണികളെ കുറിച്ചുമുള്ള ചർച്ചകൾക്ക് തീവ്രതയേറുകയാണ്. ഈ ചർച്ചകളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്ന പേര് മലയാളി ക്രിക്കറ്റ് താരം സഞ്ജു സാംസന്റേത് തന്നെയാണ്. പതിറ്റാണ്ടുകളായി രാജസ്ഥാൻ റോയൽസിന്റെ ഹൃദയവും ആത്മാവുമായിരുന്ന സഞ്ജു സാംസൺ ടീം വിട്ട് ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നതുമായുള്ള അഭ്യൂഹങ്ങളാണ് ക്രിക്കറ്റ് ലോകത്ത് വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നത്. ഈ കൂടുമാറ്റം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ IPL 2026 രാജസ്ഥാൻ റോയൽസ് ടീമിന്റെ ഘടനയിലും നേതൃത്വത്തിലും സമൂലമായ മാറ്റങ്ങൾ സംഭവിക്കും. രാജസ്ഥാൻ റോയൽസ് ആരാധകർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു കാര്യമാണ് സഞ്ജു സാംസൺ ടീം വിടുന്നത്. 2013 ടീമിലെത്തിയത് മുതൽ റോയൽസിന്റെ അവിഭാജ്യ ഘടകമാണ് സഞ്ജു. ഒരു യുവതാരത്തിൽ നിന്ന് ലോകോത്തര ബാറ്ററായും പിന്നീട് ക്യാപ്റ്റനായും വളർന്ന സഞ്ജുവിന്റെ യാത്ര രാജസ്ഥാൻ റോയൽസുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ടീം പ്രതിസന്ധിയിലായ ഘട്ടങ്ങളിൽ പോലും മുന്നിൽ നിന്ന് നയിച്ചു. ആരാധകരുടെ വിശ്വസ്തനായ നായകനായി അദ്ദേഹം മാറി. ക്യാപ്റ്റൻ എന്ന നിലയിൽ ടീമിനെ ഫൈനലിൽ എത്തിച്ചതും സീസണുകളിലുടനീളം സ്ഥിരതയാർന്ന പ്രകടനങ്ങൾ കാഴ്ചവെച്ചതും സഞ്ജുവിനെ രാജസ്ഥാൻ റോയൽസിന്റെ മുഖമുദ്രയാക്കി മാറ്റി. സഞ്ജുവിന്റെ ഓരോ ബാറ്റിംഗ് പ്രകടനവും വിക്കറ്റിന് പിന്നിലെ ഓരോ തന്ത്രപരമായ നീക്കങ്ങളും രാജസ്ഥാൻ ആരാധകരുടെ ഹൃദയത്തിൽ അത്രയധികം സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. അദ്ദേഹം വെറുമൊരു കളിക്കാരൻ എന്നതിലുപരി ടീമിന്റെ ആത്മാവും ഡ്രസ്സിംഗ് റൂമിലെ ഊർജ്ജസ്വലനായ സാന്നിധ്യവുമായിരുന്നു. MS ധോണിയുടെ പിൻഗാമിയാകുമെന്നത് CSKക്ക് എന്നും ഒരു വലിയ ചോദ്യമാണ്. ഋതുരാജ് ഗെയ്ക്വാദ് ക്യാപ്റ്റൻ സ്ഥാനം ഏറ്റെടുത്തെങ്കിലും ധോണിയുടെ വിടവ് നികത്താൻ കഴിയുന്ന ഒരു താരത്തെ, പ്രത്യേകിച്ചൊരു വിക്കറ്റ് കീപ്പർ ബാറ്ററെ CSK തേടുന്നുണ്ട്. സഞ്ജു സാംസൺ ഒരു ലോകോത്തര വിക്കറ്റ് കീപ്പർ ബാറ്റർ ആണ് എന്നതും അദ്ദേഹത്തിന് ക്യാപ്റ്റൻസി പരിചയം ഉണ്ട് എന്നതും താല്പര്യത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ്. CSKക്ക് സഞ്ജു സാംസണിലുള്ള താല്പര്യത്തിന് മറ്റൊരു പ്രധാന കാരണം അദ്ദേഹത്തിന്റെ ബ്രാൻഡ് വാല്യൂ ആണ്. MS ധോണി ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചാൽ സ്പോൺസർമാരെയും ആരാധകരെയും ആകർഷിക്കാൻ കഴിയുന്ന ഒരു താരത്തെ CSKക്ക് ആവശ്യമാണ്. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും ആരാധകരുള്ള യുവതാരങ്ങളിൽ ഒരാളായ സഞ്ജു ഈ സ്ഥാനത്തേക്ക് ഏറ്റവും അനുയോജ്യനാണെന്ന് CSK കരുതുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആകർഷകമായ കളി ശൈലിയും ജനപ്രീതിയും CSKയുടെ ആരാധക വലയം കൂടുതൽ വികസിപ്പിക്കാൻ സഹായിക്കുമെന്നും ടീം മാനേജ്മെന്റ് വിലയിരുത്തുന്നുണ്ട്. സഞ്ജു സാംസൺ CSKയിലേക്ക് മാറുമെന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകരുന്ന ചില സംഭവങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. സഞ്ജു സാംസൺ CSKയിലേക്ക് ചേരുമെന്ന് സൂചിപ്പിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് സഞ്ജുവിന്റെ മാനേജർ ലൈക്ക് ചെയ്തതാണ് അഭ്യൂഹങ്ങൾക്ക് ഏറ്റവും വലിയ ആക്കം കൂട്ടിയത്. ബ്ലീഡ് ധോണിസം എന്ന പേജിൽ വന്ന ഈ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു. സഞ്ജു സാംസൺ തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഭാര്യ ചാരുലതയ്ക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം ടൈം ടു മൂവ് എന്ന അടിക്കുറിപ്പോടെ പങ്കുവച്ചത് വലിയ ഊഹാപോഹങ്ങൾക്ക് കാരണമായിരുന്നു. ഈ പോസ്റ്റിന്റെ പശ്ചാത്തലത്തിൽ ഒരു തമിഴ് പാട്ടുമുണ്ടായിരുന്നത് സഞ്ജു ചെന്നൈയിലേക്ക് ചേക്കേറുന്നതിന്റെ സൂചനയായി പലരും വ്യാഖ്യാനിച്ചു. കഴിഞ്ഞ IPL സീസണിൽ രാജസ്ഥാൻ റോയൽസ് ക്യാമ്പിൽ നിന്ന് മടങ്ങുമ്പോൾ സഞ്ജു ടീമിനോട് ബിഗ് ബൈ പറയുന്ന ഒരു വീഡിയോയും പ്രചരിച്ചിരുന്നു. ഇത് സഞ്ജു റോയൽസ് വിടുന്നതിന്റെ സൂചനയായി പലരും അന്നേ വിലയിരുത്തിയിരുന്നു. ഈ സൂചനകളെല്ലാം തന്നെ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസുമായുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിച്ച് CSKയിലേക്ക് ചേക്കേറാൻ ഒരുങ്ങുന്നു എന്നതിന് തെളിവായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സഞ്ജുവിന്റെ സ്ഥിരതയില്ലാത്ത പ്രകടനം, പ്രത്യേകിച്ച് ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയത്തിലെ അദ്ദേഹത്തിന്റെ റെക്കോർഡ് CSKയിലേക്ക് അനുയോജ്യനാണോ എന്ന ചോദ്യം ഉയർത്തുന്നുണ്ട്. IPLൽ ചെന്നൈയിൽ സഞ്ജുവിന് മികച്ച റെക്കോർഡില്ല. എന്നാൽ സഞ്ജുവിന്റെ കഴിവിനെ അളക്കുമ്പോൾ ഈ റെക്കോർഡുകൾക്ക് അപ്പുറം ചില വസ്തുതകൾ പരിഗണിക്കേണ്ടതുണ്ട്. 2015 മുതൽ IPLൽ 3-ാം നമ്പറിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരം സഞ്ജു സാംസൺ ആണ്. 2231 റൺസാണ് അദ്ദേഹം ഈ സ്ഥാനത്ത് നേടിയിട്ടുള്ളത്. 38.47 ശരാശരിയിലും 145 സ്ട്രൈക്ക് റേറ്റിലുമാണ് ഈ നേട്ടം. ഒരു പരിചയസമ്പന്നനായ വിക്കറ്റ് കീപ്പർ ബാറ്റർ എന്ന നിലയിൽ സഞ്ജു CSKയുടെ മധ്യനിരയ്ക്ക് വലിയ കരുത്തു പകരും. രാജസ്ഥാൻ റോയൽസിനെ നയിച്ച പരിചയം സഞ്ജുവിനുണ്ട്. ഇത് ഭാവിയിൽ CSKക്ക് ഒരു നേതൃത്വപരമായ ഓപ്ഷൻ കൂടിയാണ്. സഞ്ജു സാംസൺ CSKയിൽ ചേർന്നാൽ അദ്ദേഹം ക്യാപ്റ്റൻ ആകുമോ അതോ വൈസ് ക്യാപ്റ്റൻ ആകുമോ എന്നതിനെ കുറിച്ച് നിരവധി കിംവദന്തികൾ പ്രചരിക്കുന്നുണ്ട്. CSK മാനേജ്മെന്റ് സഞ്ജുവിനെ അമേരിക്കയിൽ വെച്ച് കണ്ടുവെന്നും ട്രേഡ് ഉറപ്പിച്ചുവെന്നും ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കാത്ത ഊഹാപോഹങ്ങളാണെന്ന രീതിയിലുള്ള വിലയിരുത്തലുകളുമുണ്ട്. CSKയുടെ ക്യാപ്റ്റൻസിയെ കുറിച്ച് MS ധോണി തന്നെ കൃത്യമായൊരു സൂചന നൽകിയിട്ടുണ്ട്. 2026 ഋതുരാജ് ഗെയ്ക്വാദ് തന്നെ ടീമിനെ നയിക്കുമെന്ന് ധോണി സ്ഥിരീകരിച്ചിരുന്നു. അതിനാൽ സഞ്ജു CSKയിലേക്ക് വരികയാണെങ്കിൽ ഋതുരാജിന് കീഴിൽ കളിക്കാനാകും സാധ്യത. എന്നിരുന്നാലും സഞ്ജുവിന്റെ പരിചയ സമ്പത്ത് ടീമിന് വലിയ മുതൽക്കൂട്ട് തന്നെയായിരിക്കും.
ധോണിയുടെ അഭാവത്തിൽ വിക്കറ്റ് കീപ്പർ എന്ന നിലയിലും ടീമിന് മികച്ച ഒരു ഓപ്ഷൻ ആയിരിക്കും അദ്ദേഹം. സഞ്ജു സാംസൺ CSKയിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ MS ധോണിയുടെ വിരമിക്കൽ പദ്ധതികളെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയരുന്നുണ്ടായിരുന്നു. സഞ്ജു ഒരു വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് തന്നെ ധോണി IPL നിന്ന് വിരമിക്കാൻ ഒരുങ്ങുകയാണോ എന്ന ഊഹാപോഹങ്ങളും ഇത് ഉയർത്തുന്നുണ്ടായിരുന്നു. ധോണിയുടെ ഓരോ നീക്കവും ക്രിക്കറ്റ് ലോകം ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. വരാനിരിക്കുന്ന മെഗാ ലേലത്തിന് മുന്നോടിയായി CSK ടീം പുനഃസംഘടിപ്പിക്കുമ്പോൾ ധോണിയുടെ ഭാവിയെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം ലഭിക്കുമെന്നാണ് പ്രതീക്ഷ. സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിടുകയാണെങ്കിൽ അത് ടീമിന് നികത്താനാവാത്ത ഒരു നഷ്ടം തന്നെയായിരിക്കും. സഞ്ജുവിനെ പോലെ ഒരു നായകനെയും വിക്കറ്റ് കീപ്പർ ബാറ്ററെയും കണ്ടെത്തുക എന്നത് രാജസ്ഥാൻ റോയൽസിന് വലിയ വെല്ലുവിളി തന്നെയായിരിക്കും. എന്നാൽ ഓരോ IPL സീസണും പുതിയ അധ്യായങ്ങൾ തുറക്കുന്ന വേദിയാണ്. ഒരുപക്ഷെ ഈ മാറ്റം രാജസ്ഥാൻ റോയൽസിന് പുതിയ ദിശാബോധം നൽകുകയും പുതിയ വിജയങ്ങളിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം.